ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഏപ്രിൽ മാസത്തിൽ കേരള PSC 33 തസ്തികകൾ വിളിക്കാൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എല്ലാവരും ന്യൂസ് പേപ്പേഴ്സിലും എല്ലാത്തിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ടെക്നിക്കൽ എക്സാമുകൾ അല്ലെ, ടെക്നിക്കൽ എക്സാംസിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലെ, ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിടെക് ആണ്. ബിടെക് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയുടെ അല്ലെങ്കിൽ ജോബ് സെർച്ച് ചെയ്തിട്ട് ഒരു ഉദ്യോഗാർത്ഥിയുടെ ഒരു ഡ്രീം ജോബ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ഏത് ബ്രാഞ്ച്, ഇതിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏത് ബ്രാഞ്ച്, ബിടെക് കഴിഞ്ഞ് ഏത് ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് എന്ത്, ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ. ഏകദേശം നമ്മുടെ ഏപ്രിൽ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്നതാണ്. സോ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ലാസ്റ്റ് ഈ എക്സാം എപ്പോഴാണ് വിളിച്ചിട്ടുള്ളത് നോക്കിയാൽ മക്കളെ, ഏകദേശം എത്രയാണ്, 2018 അല്ലെ. നമ്മുടെ കാറ്റഗറി നമ്പർ വരുന്നത് 125/2018 ആണ്. അതിൽ 2018 എനി ബ്രാഞ്ച് ഇൻ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞത്. അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി ഒന്ന് നോക്കി വെച്ചേ. അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി എത്രയാണ്, 3 വേക്കൻസിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 വേക്കൻസി അല്ലെ. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 18 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി എക്സാംസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഏകദേശം 2019 എക്സാംസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡേറ്റ് ഓഫ് എക്സിസ്റ്റൻസ്, അതായത് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് എക്സിസ്റ്റൻസ് വന്നിട്ടുള്ളത് എത്രയാണ്, 18/12/2021 നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അന്ന് കട്ട് ഓഫ് മാർക്ക് നോക്കി, എല്ലാ ബ്രാഞ്ചുകളും ഉണ്ട്. അന്ന് 100ൽ എത്ര മാർക്ക് ചോദിച്ചിട്ടുള്ളൂ, 46.33 മാർക്ക് കട്ട് ഓഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ജോബിൽ ഇതിലെ മെയിൻ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാകും. പിന്നെന്താണ്, മാക്സിമം മാർക്ക് വന്നിട്ടുള്ളത് 67 മാർക്കുള്ളൂ കേട്ടോ. ടെക്നിക്കൽ എക്സാം നോക്കണം. പിന്നെ മെയിൻ റാങ്ക് ലിസ്റ്റിൽ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഒന്ന് നോക്കിയേ. മെയിൻ റാങ്ക് ലിസ്റ്റിൽ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 75 ആണ്. ഇതുവരെ വിളിച്ച സമയത്തുള്ള അഡ്വൈസ് നിങ്ങളെല്ലാം കണ്ടതാണല്ലോ. എത്രയായിരുന്നു, 3 എണ്ണമാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അഡ്വൈസ് പോയില്ലേ, ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് പ്രകാരം അഡ്വൈസ് പോയിട്ടുള്ളത് എത്ര നോക്കിയേ, 56 അഡ്വൈസ് പോയിട്ടുണ്ട്. 56 കേട്ടോ, 56 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. അതേപോലെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്ന ഡേറ്റ് ഒന്ന് നോക്കിയേ. റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് 7/12/2024 അല്ലെ. 3 കൊല്ലാണ് വാലിഡിറ്റി വരുന്നത്. ഏകദേശം 21, 22, 23, 24 ഈ റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് എന്തിട്ടുണ്ടാവും, പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഇതൊരു എന്താണ്, ഒരു റെപ്യൂട്ടഡ് പോസ്റ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ എന്ത് ചെയ്യുന്നത്, എക്സ്പയർ ആവുന്നതിന് മുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ വരാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഏകദേശം ഏപ്രിൽ കഴിഞ്ഞു, ഈ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അല്ലെ, ഓഗസ്റ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എക്സാംസ് ഒക്കെ പ്രതീക്ഷിക്കാം. ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാലേ. നമ്മുടെ ലാസ്റ്റ് ബാച്ച് ഉണ്ടായിരുന്നു. നമ്മുടെ ലാസ്റ്റ് ബാച്ച് ഇപ്പോഴും കുറച്ച് കുട്ടികളുണ്ട്. ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോച്ചിങ് എടുത്ത്. ലാസ്റ്റ് ഇയർ 2018 കോച്ചിങ് എടുത്തിട്ടുള്ള ആളുകൾ ഇപ്പം ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് വർക്കും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് നോക്കാം. അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലേറ്റർ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് കാണാം. ഓക്കെ, ഇപ്പൊ ഇതിന്റെ റാങ്ക് ലിസ്റ്റ്, അഡ്വൈസ് ലിസ്റ്റ് ഒന്ന് നോക്കിയേ. അഡ്വൈസ് ലിസ്റ്റിൽ ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് 57 പോയിട്ടുണ്ട് കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ട് ഒന്നും കൂടി പോയിട്ടുണ്ട്. 57 എന്ത് പോയിട്ടുണ്ട്, ടോട്ടൽ അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. അതിൽ ഓപ്പൺ കാറ്റഗറി അല്ലെ, ഓപ്പൺ കാറ്റഗറിയിൽ നിൽക്കുന്നത് റൊട്ടേഷൻ ചാർട്ട് പ്രകാരം ഓപ്പൺ കാറ്റഗറിയിൽ നിൽക്കുന്നത് 46 ആണ്. എന്താണ് റൊട്ടേഷൻ ചാർട്ട്, അതിൽ എങ്ങനെയാണ് കേരള PSC അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് കയറിയിട്ട് ആ വീഡിയോസ് ഒന്ന് കാണാം. എങ്ങനെയാണ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട എല്ലാവർക്കും ജോബ് കിട്ടുമോ, എങ്ങനെയാണ്, ഞാനിപ്പോ ഓപ്പൺ കാറ്റഗറി ആണ്, റിസർവേഷൻ ഉണ്ട്, എങ്ങനെയാണ് ജോബ് കിട്ടുന്നതിനൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഓപ്പൺ കാറ്റഗറി 46 ആണ്. അതേപോലെ OBC പോയില്ല, അങ്ങനെ ഓരോന്നും പോയിട്ടുണ്ട് അല്ലെ, റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് പോയിട്ടുണ്ട്. അതിൽ ഓപ്പൺ കാറ്റഗറി 46 ആണ്. ഇനി നെക്സ്റ്റ് റൊട്ടേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. 47ാമത്തെ റൊട്ടേഷൻ ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 47ാമത്തെ റൊട്ടേഷൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഏപ്രിൽ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കുക, കയറി നോക്കുക. നിങ്ങൾ എല്ലാവരും ബിടെക് ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രീം ജോബ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും, ആ എക്സാംസ് എന്ത് ചെയ്യാം, നിങ്ങൾ എഴുതി നോക്കുക. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എല്ലാ സാധനങ്ങളാണ് പഠിക്കാനുള്ളത്. ബേസിക് മെക്കാനിക്കൽ ഉണ്ടാകും, ബേസിക് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാകും, ഇൻഡസ്ട്രീസ് അല്ലെ, ഇൻഡസ്ട്രിയൽ സയൻസ്, ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ഉണ്ടല്ല, ഇൻഡസ്ട്രിയൽ അപ്ലിക്കൻസിന്റെ കുറച്ച് ടോപ്പിക്സ് വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ്
വരുന്നുണ്ട്, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ഇതായിരുന്നു ബേസിക് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോട്, മാർച്ച് അവസാനത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ബാച്ചുകളും ഉണ്ടാവും, ഓഫ്ലൈൻ ബാച്ചുകളും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാവും. സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ചിൽ മെയിൻ ആയിട്ട് പറയാം, ഒരൊറ്റ ബാച്ചേ ഉണ്ടാവുള്ളൂ. ഒരു ബാച്ചിൽ മാക്സിമം നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന എണ്ണം എന്ന് പറയുന്നത് 40 സ്റ്റുഡൻസ് ആണ്. അത് ഓൺലൈൻ ആണെങ്കിലും ശരി, ഓഫ്ലൈൻ ആണെങ്കിലും ശരി. ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. ഒട്ടും വൈകരുത്. എന്തായാലും ബിടെക് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഈ ഒരു എക്സാംസ് ക്വാളിഫൈ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാംസ് തന്നെയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അതൊന്ന് മൈൻഡിൽ വെക്കാം. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രസ്റ്റ് ഉള്ളവര് താഴെ കാണുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. അഡ്മിഷൻസ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം. 40 ഒരൊറ്റ ബാച്ച് നമ്മൾ എടുക്കുന്നുള്ളൂ. ആ 40 ലാസ്റ്റ് ഇയർ നമ്മുടെ കൂടെ പഠിച്ചുള്ള എല്ലാവർക്കും ഏകദേശം എത്ര പേര് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്, അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോസും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലേറ്റർ ആയിട്ട് വരുന്നതാണ്. ഇപ്പം എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത് ആളുകളുണ്ട്, നമ്മുടെ പ്രീവിയസ് ഇയർ കോച്ചിങ് എടുത്ത ആളുകളിൽ. സോ അവരുടെ വീഡിയോസും അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നിങ്ങൾ ഈ ചാനൽ അപ്ലോഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവർ, കോച്ചിങ്ങിന് ഇൻട്രസ്റ്റ് ഉള്ളവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓൺ ബ്രാഞ്ച് മാത്രമല്ല, എല്ലാ ബ്രാഞ്ചുകളും ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാ ബ്രാഞ്ചുകളും ഉണ്ട്. അപ്പൊ ഈ പോസ്റ്റിന് കൂടുതൽ ഡീറ്റെയിൽസ് എന്താണ്, വർക്ക് പ്രൊഫൈല്, അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീക്കോട് കൂടിയിട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. സോ എന്ത് ചെയ്യാം, മാക്സിമം ഈ വീഡിയോസ് എല്ലാവരിലേക്കും, ബിടെക് കഴിഞ്ഞിട്ടുള്ള എല്ലാവരിലേക്കും എന്ത് ചെയ്യാം, ഒന്ന് ഷെയർ ചെയ്യാം. സോ താങ്ക് യു.